നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. ഞാൻ പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടാലും ഈ വീഡിയോയുടെ പേരിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിപ്പം മുദ്രാ ലോൺ അങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി കാണുക. അതിന് ഇഷ്ടമായെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് സഞ്ജു ടെക്കിനെതിരെയുള്ള ഒരു അലിഗേഷൻസ് അയാൾ ചെയ്തത് തെറ്റാണ്. അതിനകത്ത് യാതൊരു എന്താ പറയണ്ടേ തർക്കമില്ലാത്ത കാര്യമാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ ശിക്ഷ അനുഭവിക്കണം. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതേ സമയത്ത് ഇതേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് കൈക്കൂലി വാങ്ങി അഴിമതി കാണിച്ച് ഒരു ബസ്സിൻ്റെ ബോഡി കോഡ് പാലിക്കാതെ കാസർഗോഡ് RTO ഓഫീസ് വെച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ മരിച്ചുപോയ ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ദുരുപയോഗം ചെയ്യാൻ കൊടുത്തടക്കം 13ഓളം കേസുകളിൽ പ്രതിയായ ആൾ മട്ടന്നൂർ സ്വദേശിനി. ഇപ്പോൾ ആൾ റിട്ടയർഡായി. AC ഷീബ എന്ന പേര്. മുന്നേ ഇതിനെതിരെ പ്രതികരിച്ചതിന് 2017 ആദ്യമായിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ വന്ന സമയത്ത് ഇപ്പോൾ എല്ലാവർക്കെതിരെ പ്രതികരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് ഫയൽ ചെയ്ത് തിരിച്ചടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് സോണി മാത്യു എന്ന എൻ്റെ പേരിലാണ്. 2017 ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെയ് മാസത്തിന് ശേഷം തുടങ്ങിയ ആദ്യത്തെ ഇര ഞാനാണ്. ഇത് സംബന്ധിച്ച് മുന്നേ ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അത്ര പോപ്പുലറല്ലാത്തതുകൊണ്ട് അങ്ങനെ ആ വീഡിയോ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാനൊരു ചെറിയ വ്ളോഗറാണ്. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്തൊക്കെ ഞാൻ പറയും. അപ്പോൾ മാധ്യമങ്ങളടക്കം സഞ്ജുവിനെ ഇപ്പം വളരെ അധികം എന്താ പറയുന്നത് ഒരു ദ്രോഹിക്കുന്ന ഒരു അല്ലെങ്കിൽ അയാളെ ഒരു തൂക്കിക്കൊല്ലണം എന്നൊരു രീതിയിലുള്ളൊരു പ്രതികരണമാണ് വരുന്നത്. നല്ല കാര്യമാണെന്ന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ എനിക്ക് പറയാനുള്ളത് കാസർഗോഡ് RTO ആയിരുന്ന ഈ വ്യക്തി ഇപ്പോൾ കാഞ്ഞങ്ങാടായിരുന്നു. ആദ്യം ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്ത് കാഞ്ഞങ്ങാടായിരുന്നു. എൻ്റെ വണ്ടിയുടെ RC ബുക്ക് മാറി തരാത്തതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കെതിരെ ഞാൻ പേപ്പറിൽ വാർത്ത വരെയും എനിക്കെതിരെയും കോഴിക്കോട് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുള്ളിക്കാരൻ ഇപ്പോൾ റിട്ടയർഡായി. പുള്ളിക്കെതിരെ ഇപ്പം ആ ഒരു എന്താ പറയുക പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളീനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്ക് ഇപ്പോഴും പുള്ളീൻ്റെ ശമ്പളം കുടിശ്ശിക എന്ന് കിട്ടാണ്ട് കോടതി കേസ് നടക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അത് പുള്ളീൻ്റെ വിഷയമാണ്. ഇത് പുള്ളിക്കാരെന്നാലും പറയട്ടെ. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതേ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് മരിച്ച ആളുടെ ലൈസൻസ് ദുരുപയോഗം ചെയ്യാൻ കൊടുത്ത വ്യക്തി, അതുപോലെ തന്നെ ടാക്സ് വെട്ടിപ്പ്, ക്ഷേമനിധി വെട്ടിപ്പ്, അതുപോലെ തന്നെ പിന്നെ ബസ്സിൻ്റെ ബോഡി കോഡ് പാലിക്കാതെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് രേഖാമൂലം ഇതെല്ലാം കടലാസ് ഞാൻ ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങൾക്കും ഏഷ്യാനെറ്റ് അടക്കം സകല മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്ത് ഇവരാരും ഒരു വാർത്ത ചെയ്തിട്ടില്ല. ഇപ്പോൾ സഞ്ജു ടെക്കിനെ ഇവർക്കെല്ലാം കൂടി ഇപ്പോൾ തൂക്കിക്കൊല്ലാനുള്ള കലിപ്പുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സംഭവം അതായത് ഈ പറഞ്ഞ വ്യക്തി ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റിട്ടയേർഡ് ആയ AC ഷീബ എന്ന് പറഞ്ഞ RTO അവർ ജോയിൻ്റ് RTO ആയിരുന്നു. RTO എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാസം മുന്നേ കാസർഗോഡ് വെച്ച് സസ്പെൻഷനിലായി. അപ്പോൾ ഇവർക്കെതിരെ എൻ്റെ കയ്യിൽ 13ഓളം അഴിമതി കേസുണ്ട്. ആ കേസ് വിജിലൻസിന് പരാതി കൊടുത്തിട്ട് അവസാനം സെറ്റിൽമെൻറ്റ് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ അത് വിജിലൻസ് കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് കേസ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ ഒരു പൊട്ടന്മാരായി. അവർ അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ഒരു 4 മാസം മുന്നേ ഒരു വേറെ എന്തോ കേസ് സസ്പെൻഷനായി. ആ ആൾ റിട്ടയർഡ് ആകാൻ വേണ്ടി 3 മാസം സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 3 മാസം സമയമുള്ള സമയത്താണ് ഇയാൾക്ക് സസ്പെൻഷൻ കിട്ടുന്നത്. ഇതേ വകുപ്പ് മന്ത്രിയും ഇതേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അയാളെ തിരിച്ച് സസ്പെൻഷനിലായ ആളെ റിട്ടയർഡ് ആകുന്നതിന് അനുബന്ധമായി അയാൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതിന് വേണ്ടി തിരിച്ച് RTO ആയിട്ട് തന്നെ നിയമിച്ച് മാന്യമായി റിട്ടയർഡായി എല്ലാ ആനുകൂല്യങ്ങളും നൽകി റിട്ടയർഡായി വീട്ടിൽ വിട്ട വകുപ്പ് മന്ത്രി അടക്കം ശ്രീ ഗണേഷ് കുമാർ, താങ്കൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഉളുപ്പ് വേണോ? ഉളുപ്പ് കുറച്ചൊക്കെ ഉളുപ്പ് വേണോടോ. എന്തെന്നാണ് അവസ്ഥ? കണ്ണൂരുകാരൻ്റെ ഭാഷ പറയാൻ ഞാൻ ഉളുപ്പ് വേണം കുറേയെല്ലാം. അതായത് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തനിക്ക് കൊള്ളും, തനിക്ക് നല്ല ആർക്കും കൊള്ളും. കാരണം ഇത്രയും അഴിമതി കാണിച്ച ഒരാളെ സംരക്ഷിക്കുകയും അതേസമയം സഞ്ജു ചെയ്തത് തെറ്റാണ്, അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളടക്കം ഈ പറഞ്ഞ സഞ്ജുവിനെ വല്ലാതെ കടന്ന് ആക്രമിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നത് എന്തിനാണ്, അയാളോട് ഇത്ര കലിപ്പ് നിൽക്കുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇതെല്ലാം വളരെ മോശം പരിപാടിയാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇപ്പോൾ ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ടെക്കിനെ വളരെ വല്ലാതെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അവനെന്തോ ചെയ്തു എന്നുള്ള രീതിക്ക് വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള വ്ളോഗേഴ്സ് അടക്കം ട്രോളുകൾ വരുന്നത് നല്ല കാര്യമാണ്, എല്ലാം നല്ല കാര്യം തന്നെയാണ്, എന്നെല്ലാം നടക്കട്ടെ. പക്ഷേ ഒരു ആൾക്ക്, ഒരു രാജ്യത്ത് രണ്ട് പൗരന്മാർക്ക് രണ്ട് തരം നീതി, സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു നീതി, സാധാരണക്കാരന് വേറൊരു നീതി, അതെന്ത് ചെറ്റത്തരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എന്താണ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ വകുപ്പ് മന്ത്രി? താങ്കളുടെ കാലത്ത് താങ്കളിരിക്കുന്ന കസേരയിൽ താങ്കളുടെ അധികാര പരിധി അല്ലേ 3 മാസം മുന്നേ മാന്യമായിട്ട് ഇത്രയും വലിയ കള്ളത്തരം കാണിച്ച ആള് താങ്കൾ മാന്യമായി റിട്ടയർഡ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായം ഒന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു. ഈ ജനങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഞാൻ സമയം കിട്ടുന്ന സമയത്ത് വേറൊരു വ്ളോഗർ കൂടിയുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. ഞാൻ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ തെളിവ് എൻ്റെ അടുത്തുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതൊരു വീഡിയോ ഇവിടെ വരാനുണ്ട്. നമ്മുടെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ സമയം കിട്ടുന്നില്ല, പിന്നെ ഇതിനെ പുറകെ തൂങ്ങാൻ കഴിയാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കണ്ട് മടുത്തു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വകുപ്പ് മന്ത്രിക്ക് എന്താ പറയാനുള്ളതെന്ന് വകുപ്പ് മന്ത്രി എന്ന് പറ. എല്ലാ കാര്യത്തിലും നിങ്ങൾ അഭിപ്രായം പറയുന്നതാണല്ലോ. നിങ്ങളുടെ അധികാര പരിധിയിലുള്ള, നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇത്രയും അഴിമതി കാണിച്ച ഒരു മരിച്ചുപോയ ഒരാളുടെ ലൈസൻസ് ദുരുപയോഗം ചെയ്യാൻ കൊടുത്ത, ടാക്സ് വെട്ടിച്ചിട്ട് ക്ഷേമതി വെട്ടിച്ച് അതിനെതിരെ അത് അടച്ചു എന്ന് പറഞ്ഞ് കടലക്കടലാസ് ഉണ്ടാക്കി കൊടുത്ത, അതുപോലെ സസ്പെൻഷൻ വാങ്ങിച്ച ആളെ മാന്യമായിട്ട് റിട്ടയർഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ധാർമ്മികത എന്നും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത്രയേ ഉള്ളൂ.